വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. രാവിലെ കേട്ടോ ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നുപോയേ. അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് തന്നെ ഇൻട്രോയിൽ ഇടാമെന്ന്. രാവിലെ ഞാൻ തേങ്ങ തിരുങ്ങുന്നത് വേറൊന്നിനുമല്ല, പുട്ട് പുഴുങ്ങാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. രാവിലെ തന്നെ വേണ്ട നമ്മൾ പുട്ടിനുള്ള മാവൊക്കെ നനച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തേങ്ങ തിരുങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വേണ്ട നമ്മൾ മാവ് നനച്ച് വെച്ചു. പുട്ടിനുള്ള തേങ്ങ എല്ലാം തിരുങ്ങി. പുട്ടിന് നമ്മൾ തോനെ തേങ്ങ ചേർക്കണം കേട്ടോ, അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കറി ഇല്ലെങ്കിലും നമുക്ക് പച്ചയ്ക്ക് വാരി തിന്നാൻ തോന്നും കേട്ടോ, തോനെ തേങ്ങ ഇടുമ്പോൾ. പിന്നെ നമ്മൾ കടലക്കറിക്കുള്ള എല്ലാം വേണ്ട കുക്കറിനകത്താക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിരട്ടപ്പുട്ടിനുള്ളതും വേണ്ട കുക്കറിൻ്റെ മേളിൽ വെച്ചാണ് കേട്ടോ നമ്മൾ പുട്ട് പുഴുങ്ങുന്നത്. ഇതാകുമ്പോൾ ഒരടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ രണ്ട് കാര്യങ്ങളും നടക്കും. നമ്മുടെ പുട്ടും വേവും കടലയും വേവും. അങ്ങനെ കേട്ടോ. എന്താ ഈ പുട്ടെല്ലാം വെന്തു. ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ. നമ്മുടെ കടല വെന്തിട്ടുണ്ടായിരുന്നല്ലോ, ഞാനത് പെട്ടെന്ന് തന്നെ കറിയും സെറ്റാക്കി മാറ്റി വെച്ചു കേട്ടോ. ഒന്ന് എണ്ണ തെളിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി അവിടെ സെറ്റ്. പിന്നെ പുട്ടിൻ്റെ കൂടെ സൂപ്പർ കട്ടൻ ചായ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചൂട് പുട്ടും കടലക്കറിയും കട്ടൻ ചായയും. പിന്നെ രാവിലെ തന്നെ നമ്മുടെ ഉമ്മ മീനൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്നലെ വങ്കടയും കണ്ണനയിലയുമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉമ്മ അത് വെട്ടിയെല്ലാം തേച്ച് കഴുകി അതിനകത്ത് പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടേക്കുന്നത്. അതാകുമ്പോൾ നമ്മുടെ മീനിൻ്റെ ഉളുമ്പെല്ലാം പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. നമ്മളിന്ന് വങ്കട വറുത്തരച്ചാണ് കേട്ടോ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ എണ്ണ തെളിയുമ്പോഴത്തേക്കും നമ്മുടെ കറി അവിടെ സെറ്റാകും കേട്ടോ. അങ്ങനെ ഞാനതൊന്ന് കറി സെറ്റാവാനായിട്ട് മൂടി വെച്ചു. പിന്നെ നമ്മൾ കണ്ണനയില വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് മസാലയൊക്കെ പുരട്ടി ഒരു 10 മിനിറ്റോളം നമ്മൾ മാറ്റി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് വെന്ത് ഒരു സൈഡ് വേവാനായിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോറ് അവിടെ കിടന്ന് വേകുന്നുണ്ട് കേട്ടോ. നമ്മുടെ അരി തിളച്ച് നമ്മുടെ കലത്തിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു നനഞ്ഞ തുണി വെച്ച് തുടച്ച് കൊടുക്കുമ്പോൾ അതങ്ങ് മാറി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ വെന്തോന്ന് നോക്കി, നമ്മുടെ ചോറ് പക്ഷേ വേവായിട്ടില്ല, കുറച്ചുകൂടെ വേവാനുണ്ട്. പിന്നെ നമ്മുടെ കറിയൊക്കെ അടുപ്പിലിരിക്കുന്ന കാരണം നമ്മളിന്ന് പാവയ്ക്ക തോരൻ വെക്കാനാണ് കേട്ടോ. അത് ഞാൻ അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ ഗ്യാസ് കാത്ത് നിൽക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഒരടുപ്പ് നമുക്ക് ഒഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതിലോട്ടുകൂടെ നമുക്ക് കറികളാക്കാമല്ലോ. അങ്ങനെ നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിനാവശ്യത്തിനുള്ള തേങ്ങായും നേരത്തെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പാവയ്ക്കായുടെ നമ്മളൊരു സവാളയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ അവിടെ പാവയ്ക്കത്തോരൻ അവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചോറ് വെന്തു നമ്മൾ അടച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു കേട്ടോ. ഇന്ന് പെട്ടെന്ന് നമ്മുടെ പാത്രങ്ങൾ കൈയോടെ കഴിയുകൊണ്ട് ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. 9 മണിയായപ്പോഴത്തേക്കും നമ്മുടെ അടുക്കള ജോലിയെല്ലാം ഒതുങ്ങി കേട്ടോ. ഇന്ന് നമ്മുടെ റൈഹാനും റിച്ചുവിനും സ്കൂളില്ല. ഇന്ന് മണ്ണാർശാല ആയില്യമായതുകൊണ്ട് കേട്ടോ. അങ്ങനെ വാപ്പായും മക്കളും രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് TV കാണുന്നുണ്ട്. റൈഹാൻ 9 മണിയാകുമ്പോഴത്തേക്ക് മദ്രസയിൽ പോകണം. പിന്നെ പെട്ടെന്ന് തന്നെ റൈഹാൻ TVയുടെ മുമ്പിൽ നിന്ന് എണീറ്റ് പല്ലൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ. റിച്ചുവിനും ഞാൻ പേസ്റ്റും ബ്രഷും ഒക്കെ കയ്യിലെടുത്ത് കൊടുത്തു കേട്ടോ പല്ല് തേക്കാനായിട്ട്. റിച്ചു പല്ല് തേക്കവും ഡാൻസ് കളി ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ റൈഹാൻ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി വന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതാണ് കേട്ടോ റൈഹാൻ മദ്രസയിൽ പോകുന്നത്. അവനിക്ക് മദ്രസയിൽ നിന്ന് വന്ന് കഴിക്കുന്നത് ഇഷ്ടം കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതവിടെ ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇക്കായും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ റൈഹാനെ മദ്രസയിലോട്ട് ആക്കാനായിട്ട്. പിന്നെ നമ്മുടെ റിച്ചുവിന് ഇന്ന് ട്യൂഷൻ 10 മണിക്കാണ്. അപ്പോഴത്തേനും റൈഹാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ റിച്ചുവിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പുട്ടും കട്ടൻ ചായയൊക്കെ നമ്മുടെ റിച്ചു അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ട്യൂഷന് കൊണ്ടുപോകാനായിട്ട് സ്നാക്കായിട്ട് നമ്മൾ ബിസ്ക്കറ്റാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അങ്ങനെ റിച്ചുവിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് കുളിപ്പിച്ചൊരുക്കി റെഡിയാക്കി കേട്ടോ. മുറ്റത്ത് കിടക്കുന്ന ചെരുപ്പ് ഏതിടണമെന്നുള്ള കൺഫ്യൂഷനിലാണ് റിച്ചു. ഞാനും എൻ്റെ റിച്ചുവും ട്യൂഷൻ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ ട്യൂഷൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും റിച്ചു എഴുതാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ റിച്ചുവിനെ ആക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പം വഴിയിൽ നല്ല രസമുണ്ട് കേട്ടോ. ബട്ടർഫ്ലൈ ഇങ്ങനെ പറക്കുന്നത് കാണാനായിട്ട് കുറച്ച് നേരം ഞാൻ അത് നോക്കിയിട്ട് നിന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്നു. അങ്ങനെ നമ്മുടെയൊക്കെ പെട്ടിയൊക്കെ തുടച്ച് വെക്കുകയാണ് ഗൈസ്. പൊടി പിടിച്ചിരുന്ന പെട്ടിയൊക്കെ തട്ടിത്തൂത്ത് വാരുകയാണ്. പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനകത്ത് എന്താ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ഗൈസ്? കാണിച്ചു കൊടുത്തേക്കാം എന്തുവാന്നുള്ളത്. അതാ ഇതൊക്കെയാണ് ഗൈസ് പെട്ടിക്കകത്തിലെ സാധനങ്ങൾ.
ഇത് കണ്ടോ, ഇത് ഗൗണുണ്ട്. പിന്നെ റൈഹാൻ്റെ റിച്ചുവിൻ്റെ സൂട്ടുണ്ട്. പിന്നെ അതേണ്ട നമ്മുടെ ആങ്ങളയുടെ കല്യാണത്തിനെടുത്ത ജനലൊക്കെ ഇക്ക തുറന്നിടുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടിയിലുണ്ടായിരുന്ന തുണികളും കാര്യങ്ങളും എല്ലാം അലമാരി കയറ്റിയതിന് ശേഷം നമ്മുടെ ബെഡ് ഒന്ന് വെയിലത്തിടാമെന്ന് കരുതി കേട്ടോ. ബെഡ് നമ്മൾ വാങ്ങിച്ചതിന് ശേഷം ഇതുവരെ ഒന്ന് വെയിലത്തിടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അന്നേരം ഞാൻ ഇക്കാലത്ത് പറഞ്ഞ് നമുക്കതൊന്ന് വെയിലത്തിടാമെന്ന്. അന്നേരം ഇക്കായും ഞാനും കൂടെ അത് ഭയങ്കര വെയിറ്റാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പിടിക്കാനായിട്ട് പറ്റുന്നില്ല. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ബെഡിന്. പിന്നെ എങ്ങനെയെങ്കിലും ഒരുവിധമൊക്കെ നമ്മളത് തള്ളി വെളിയിലെത്തിച്ചിട്ടുണ്ട് കേട്ടോ. വെളിയിലെത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇക്ക പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞു. പിന്നെ വാപ്പായും ഇക്കായോടാണ് കേട്ടോ അത് പുറത്തോട്ട് കൊണ്ടുവന്നത്. പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കസേരയെല്ലാം വെളിയിൽ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബെഡ് അതിനകത്തോട്ട് വെക്കാനായിട്ട് നമ്മൾ കസേര നിരത്തിയിട്ടിട്ടുണ്ടെങ്കിലും അത് ബെഡ് ആ കസേര ഇരിക്കോ ഇല്ലയോ എന്നൊക്കെ ഭയങ്കര സംശയമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല വെയിറ്റ് അല്ലേ, ചിലപ്പം കസേരയ്ക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഞാൻ സിറ്റ് ഔട്ട് പോർച്ച് വരെ കൊണ്ടുവന്നോളൂ കേട്ടോ. അപ്പോഴത്തേനും ഇക്ക പറഞ്ഞു മാറി നിൽക്കി, വാപ്പായി ഞാനും കൂടെ പിടിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനങ്ങ് മാറി നിന്നപ്പോഴത്തേക്കും വാപ്പായി ഇക്കായും കൂടെ പിടിക്കുന്നുണ്ട്. നല്ല വെയിറ്റാണ്, നമുക്ക് ആർക്കും പിടിക്കാൻ പറ്റത്തില്ല. അന്ന് നമുക്കിത് കൊണ്ടുവന്നപ്പോൾ അവർ തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് നമ്മുടെ ബെഡ്റൂമിനകത്ത് കട്ടിലെ കൊണ്ടിട്ട് തന്നത്. ഇപ്പം ഇതേ വാപ്പായും ഇക്കായും കൂടെ അത് പൊക്കുന്നുണ്ട് കേട്ടോ. പൊക്കിയിട്ട് ഇതേ അവിടെ കസേര വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് വെക്കാനായിട്ടാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് നമ്മുടെ കസേരയ്ക്കകത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെ കസേര മറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മണ്ണിൽ വീഴും നമ്മുടെ ബെഡ്, അങ്ങനെ അതുകൊണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ആ കസേരയ്ക്കകത്ത് പിടിക്കുന്നുണ്ട് ബാലൻസ് ചെയ്ത്. അങ്ങനെ എന്തായാലും നമ്മൾ ഒരു സൈഡ് നമ്മുടെ കസേരയ്ക്കകത്ത് വെച്ചു കേട്ടോ. ബാക്കി നമ്മൾ പിടിച്ച് ബാലൻസ് ചെയ്ത് എങ്ങനെയൊക്കെയോ എന്തായാലും നമ്മൾ ബെഡ് ആ കസേരയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ ഒരുവിധമൊക്കെ പുറത്ത് കൊണ്ടുവന്ന് കസേരയ്ക്കകത്ത് ബാലൻസ് ചെയ്ത് നമ്മുടെ ബെഡ് വെച്ചു കേട്ടോ. എന്തായാലും വെയിലുള്ളത് കാരണം ചെറിയ ചൂട് തട്ടുമല്ലോ, അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തേനെ, രാവിലെ തന്നെ ഒരു മന്ദാരം ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ മല്ലിയും മുളകും പച്ചരി എല്ലാം കഴുകിയിട്ടു കേട്ടോ. നല്ല വെയിൽ കണ്ട് കഴുകിയിട്ടതാണേ. ഇപ്പം ചെറിയ മങ്ങിക്കിടക്കുവാണ് കേട്ടോ. കണ്ടോ, മങ്ങിക്കിടക്കുവാണ്, വലിയ വെയിലൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ചെറിയ വെയിലിങ്ങനെ വരുന്നുണ്ട്, മങ്ങുന്നുണ്ട്. എന്തുമായിരിക്കും അവസ്ഥയെന്ന് അറിയത്തില്ല. ഇന്ന് തന്നെ ഉണങ്ങി കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല കേട്ടോ. വേണ്ടേ തുണി കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. വെയിൽ വരുന്നുണ്ട്. നമ്മുടെ പച്ചരിയും മുളകും മല്ലിയൊക്കെ ഉണങ്ങുമെന്നാണ് പ്രതീക്ഷ. ഇനി തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് കാണാം കേട്ടോ. വെയിൽ വരുന്നു, ഉണങ്ങുമായിരിക്കാം. ഇവിടെ മീൻകാരനിക്ക് വന്നു കേട്ടോ. വാപ്പ ദേ മീനെ വാങ്ങിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ തുണി വിരിക്കുന്നത് കാരണം വാപ്പാണ് കേട്ടോ ഒന്നും മീൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് താഴോട്ട് പോകാവേ. വലിയ വെയിലില്ലെങ്കിലും പക്ഷേ വന്ന വെയിലിന് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം. നമുക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കൊണ്ട് തന്നെ കേട്ടോ 2 പൂച്ച കുഞ്ഞുങ്ങളെ. ഒന്ന് എടുത്തേക്കാ അവരെ കയ്യിൽ. എന്ത് ക്യൂട്ടായില്ലേ. കുഞ്ഞ് 2 ബേബീസിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ത് ക്യൂട്ടാണെന്നറിയാവോ കേട്ടോ. എന്ത് ക്യൂട്ടാ കണ്ട. ചൂന ട്യൂഷൻ വീട്ടിൽ നിന്ന് പോയി വിളിച്ചോണ്ട് വരാതെ. നല്ല വെയിലുണ്ട്. റിച്ചൂട്ടൻ്റെ ട്യൂഷനൊക്കെ കഴിഞ്ഞട്ടോ. ഞാൻ നേരെ വീട്ടിലോട്ട് പോവാണേ. ഇനി റിച്ചൂട്ടൻ വെള്ളമൊക്കെ കുടിച്ചാണ് വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ വേണ്ട നമ്മൾ വീടെത്തിയിരിക്കുകയാണ്. റിച്ചുവിനൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. റിച്ചുവിൻ്റെ സർപ്രൈസ്. റിച്ചുവിന് ഇഷ്ടപ്പെട്ട ഏതാ? റിച്ചുവിന് ഇഷ്ടപ്പെട്ട ഏതാ? അതാ
ഇഷ്ടപ്പെട്ട അച്ചു? ബെഡൊക്കെ വെയിലത്ത് നിന്നെടുത്ത് നമ്മുടെ കട്ടിലേക്ക് കൊണ്ടുവന്നിട്ടു. ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് വൃത്തിയാക്കിയിട്ടു. കട്ടൻ ചായയുടെ വെള്ളം തിളച്ച് നമുക്ക് തേയില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കാം കേട്ടോ. ഓഫാക്കാവേ. അപ്പോൾ നമ്മുടെ കട്ടൻ ചായയൊക്കെ ഇട്ടു, നമ്മൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ അതേണ്ട നമ്മൾ വൈകിട്ട് പോയി ടെറസിൻ്റെ മേളയിൽ നിന്ന് നമ്മൾ രാവിലെ കഴുകിയിട്ട തുണിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പറക്കിയെടുത്തു. പിന്നെ എന്താ, നമ്മുടെ പച്ചരിയും മുളകും മല്ലിയൊന്നും ഉണങ്ങി കിട്ടിയില്ല കേട്ടോ. അത്രയ്ക്കുള്ള വെയിലില്ലായിരുന്നു. കുറച്ച് തുണിയെ നമ്മുടെ ഉണങ്ങി കിട്ടുള്ളൂ, കുറച്ച് ഉണങ്ങാനുണ്ട്. അത് ഞാൻ പുറത്ത് അശയിൽ കൊണ്ടിട്ടു. പിന്നെ ദേണ്ട നമ്മുടെ റിച്ച് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയാൻ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.